ഇവിടെ ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്റെ അഭിപ്രായത്തിൽ 20 ആണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ആ മനുഷ്യൻ നല്ല കാര്യം. ഞങ്ങളുടെ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാബു ജവാർ എല്ലാവർക്കും ഗുണങ്ങളെ ചെയ്യുന്നുള്ളൂ. കാരണം മാറി വരട്ടെ, അതപ്പോ നല്ലതായിരിക്കൂലേ. ബെന്നി ബെഹനാൻ കഴിഞ്ഞ 5 വർഷം ഉപ്പാട് പോയിട്ട് ഇതുവരെ നമ്മൾ ഈ നാട്ടിലേക്ക് കണ്ടിട്ടില്ല. ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഓരോരുത്തരും ഭരിച്ചു വരുമ്പോ എല്ലാവരുടെയും ഭരണം നമുക്ക് മനസ്സിലാക്കാലോ. ചേച്ചി എവിടെ സ്ഥലം? എന്റെ പറവൂര്. പറവൂര്. അവിടെയും 2020 വന്നെന്നാണ് ചേച്ചി ഞങ്ങളുടെ ആഗ്രഹം. അതാ വൈപ്പിങ്കരക്കാരാണ്. വൈപ്പിങ്കര 2020 വന്ന ഉപകാരമാണ്. കാരണം സാധനങ്ങൾക്ക് വില കൂടുതലാണ്. ആണല്ലേ? അവിടെ സർക്കാർ ഒന്നും ചെയ്തു തന്നില്ല നിങ്ങൾക്ക്? സർക്കാരൊക്കെ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വില കൂട്ടിക്കൊണ്ടിരിക്കും. പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. പെൻഷനാണെങ്കിൽ പെൻഷനും കിട്ടണില്ല. പെൻഷനാണെങ്കിൽ കൊണ്ടുപോയില്ല. റോഡൊക്കെ ശരിയാക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് എല്ലാ സാധനവും 2020 സ്റ്റാളിൽ നിന്ന് ഇന്നലെ 1600 രൂപയുടെ സാധനം ഞാൻ പോയി മേടിച്ചൊരു 3000 രൂപയുടെ സാധനം നമുക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അത്രയും ലെവലിൽ പകുതി വിലക്കാണ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അതെന്താ ഈ ചേട്ടന് മാത്രം അവർ കൊടുക്കുന്നില്ലേ? കാർഡ് വെട്ടിക്കളഞ്ഞതാ. ഒരു സ്ഥലം ഇങ്ങോട്ട് മാറി കാരണം കാർഡ് ഇവിടെ എടുത്തില്ല. അതാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതിക്കുമ്പോ ചേട്ടൻ അനുകൂല്യം പറ്റിയിട്ടുണ്ട്, കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. ആ ചിരിയുണ്ടോ? അല്ല ചേട്ടാ, ഇനി വേറെ ആര് ഭരണത്തിന് വന്നായിരിക്കും നല്ലത് ചേട്ടൻ്റെ അഭിപ്രായത്തില്? എല്ലാം കണക്കാണ്. അപ്പൊ പിന്നെ മെച്ചം 2020 തന്നെയാണ് അല്ലേ? പ്രമാണിച്ചാന്ന് തോന്നുന്നു. എം എൽ എ ആണോന്ന് എനിക്കറിയില്ല. അതിന് മരുന്നിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? പാവപ്പെട്ടവർക്കൊക്കെ ഒരു നേരത്തെ മരുന്ന് മേടിക്കുക അതൊരു അനുഗ്രഹം തന്നെയായിരുന്നു. നോക്കുകയാണെങ്കിൽ വൈപ്പിങ്കര ആയിരിക്കുമല്ലോ ഏറ്റവും വലിയ ക്യാൻസർ രോഗികൾ. അപ്പൊ നമുക്ക് അവിടെ വന്നാൽ അത്രയും നല്ലതാണ് ഇവരൊക്കെ വന്നാൽ. കാരണം നമ്മ ഇപ്പൊ എന്തോരം പൈസ ചെലവാക്കിയിട്ടാണ് ഓരോരുത്തര് ഓരോ മരുന്നൊക്കെ വാങ്ങണത്. കുറെ ലെവലൊക്കെ ഉണ്ട് വൈപ്പിങ്കര. പിന്നെയാണെങ്കിൽ മൊത്തം കാട് പുല്ലാണ്. പുല്ലാണെങ്കിൽ പുല്ല് നിറച്ച് കാടുള്ള പുല്ല്. അതിനെന്താ തൊഴിലുറപ്പ് നിർത്താൻ പോകണം. അതിന് മേടിക്കണ്ട. അങ്ങനത്തെ കുറെ വൈപ്പിങ്കരൊക്കെ ഉള്ളത്. അല്ല, പൊതുവേ പുറത്തുള്ളവർ പറയണേ ഇവര് അരി കൊടുത്ത് അത് കൊടുത്ത് ഇത് കൊടുത്ത് തന്നെ ഇവിടെയുള്ള ആൾക്കാർ ചാക്കിലിട്ടു എന്നാണ് പറയുന്നത്. അത് അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താ അഭിപ്രായം? അരി കൊടുത്ത് അരി എന്താ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമുക്ക് 290 രൂപയ്ക്ക് 10 കിലോ അരി കിട്ടുന്നു. 110 രൂപയ്ക്ക് ഒരു കുപ്പി വെളിച്ചെണ്ണ കിട്ടുന്നു. നമുക്കത് നഷ്ടപ്പെട്ട ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ 10,000-3000 രൂപ ഒരു മാസം സുഭിക്ഷമായിട്ട് കഴിയാം. എല്ലായിടത്തും 20 വന്നു. എല്ലായിടത്തും കേരളം മുഴുവൻ. അപ്പൊ അതിന്റെ മാറ്റം വരുമ്പോൾ ചേച്ചി മാറ്റം വരും.